സാറേ ഇതാണ് വക്കീല്. ഞാനല്ല ഇത്. സാറിന് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. സാറേ ഞാൻ രഞ്ജിത്ത്, ഇവരുടെ വക്കീലാണ്. ഞാൻ ഉത്തമൻ. ഞാൻ ചോദിക്കട്ടെ, എന്ത് തെറ്റിനാണ് ഇവരെ അനാവശ്യമായിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? പരോൾ ഇറങ്ങിയ രാജലക്ഷ്മി പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആരാ ഇൻഫോമർ? അതൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാ പറഞ്ഞാല് പറഞ്ഞ സാറിന്റെ വായി തന്നെ മുത്തു ഒഴിയോ? അവരൊക്കെ പറഞ്ഞില്ലേ ചോദിച്ചപ്പോ കറക്റ്റാ. ഉത്തമ, ഞാൻ ചോദിക്കുന്നില്ലേ? അല്ല പിന്നെ എനിക്കങ്ങോട്ട് സാറേ, ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് പരോളിൽ ഇറങ്ങിയ എന്റെ കക്ഷിയെ ചോദ്യം ചെയ്യാൻ അങ്ങനെ റൈറ്റ്സ് ഇല്ല. ഞാൻ ചോദിക്കട്ടെ, വാറണ്ട് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? തല മുമ്പിട്ട് കഥ ഉണ്ടൊക്കെ ഉണ്ടെന്ന് പറ. വാറണ്ട് ഇല്ല. വാറണ്ട് ഇല്ലേ? സാറിപ്പോ വാറണ്ട് ഇല്ലാതെയാണ് ഇങ്ങോട്ട് വന്നേ? എന്റെ സാറെ വാറണ്ട് എവിടെ ഇരിക്കുന്നതെന്ന് പറ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. എന്റെ പൊന്നിത്ത, വാറണ്ടൊന്നുമില്ല. എന്തോ കേട്ടിട്ട് തുള്ളിച്ചാടി ഇങ്ങനെ പോന്ന ഇപ്പൊ അമ്മി വേർത്ത് നിൽക്കണം. സാറിന്റെ കോൺഫിഡൻസ് ഒക്കെ കണ്ടപ്പോ ഞാൻ വെച്ചൊരു 10 വാറണ്ട് ഒന്നിച്ച് കൈ കാണുമെന്ന്. ഇനിയിപ്പോ എന്താ നിന്ന് പരിഗണന പോകുമല്ലേ? അയ്യോ തോറ്റന്ന്. രാജലക്ഷ്മി, ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ല സാറേ, പാവല്ലേ, വിട്ടേക്ക്. ഏതോ വിവരദോഷി എവിടുന്നോ എന്തോ വിളിച്ച് പറഞ്ഞു എന്ന് കേട്ടിട്ട് ചാടിത്തുള്ളി വന്നല്ലേ, പാവം. സോറി മാഡം, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അത് കുഴപ്പമില്ല സാറേ, ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റും. സാറിന്റെ കർഷകാലത്തിന് ഇന്ന് സാറായി പോയി. അപ്പൊ സാറ് പോകുമല്ലേ, ഒരു കാര്യം കൂടി, പോണ വഴി ഈ സാറിനൊന്ന് ഇറക്കിയേക്കണം. അപ്പൊ ഉത്തമ എന്നെ കൊണ്ടുവിടുന്നില്ലേ? അത് ലൂണയിലല്ലേ, ഇതാകുമ്പോ AC ഇട്ട് ജീപ്പിൽ പോവല. കുറച്ച് നിയമവശങ്ങൾ പറയാല്ലേ? ചെല്ലു സാറേ. ചേച്ചി എക്സൈനെ കണ്ട? ഞാൻ വരുമ്പോ ജയനെ പോലെ ഇരുന്ന് വെച്ചത്. ഇപ്പൊ പോണ നോക്കിയ ശങ്കരാടി പോണ പോലെ കുമ്പിട്ട പോണത്. ചമ്മി പുഴുത്തു പോയിന്നേ. എടാ, പുള്ളി മാത്രമൊന്നുമല്ല, ഇവിടെ ഈ തറവാട്ടിലും ചമ്മി നാറി തല കുനിച്ചിരിക്കുന്ന കുറെ പേരുണ്ട്. ആ പിന്നെ ഒരു കാര്യം, എന്തായാലും എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടാൻ കാത്തിരിക്കുന്ന പലരും ഉണ്ടല്ലോ, അവരൊക്കെ ഇന്ന് തന്നെ തറവാട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പെട്ടി പാക്ക് ചെയ്ത് വെച്ചോ. ഓക്കേ മനോഹര, ആശ്രമം എന്തായാലും ഉറപ്പാ. നിന്റെ അഡ്മിഷൻ കൺഫേം. കുഞ്ഞമ്മ, എന്തോ നമുക്ക് പോവാം. എനിക്ക് ഇവരുടെയൊക്കെ പോകണ്ട. പോണവിടുന്ന്. അപ്പൊ ഞാൻ പോട്ടെ, വേഗം പെട്ടി പാക്ക് ചെയ്തോ. അപ്പൊ ബൈ. ചിരിക്കാൻ എന്തൊരു ആശ്വാസം അല്ലേ. ഞാൻ മജീദിക്ക, ഒന്ന് പോവോ? ഒരു കാര്യം പറയാൻ. ഇല്ല, ഒന്ന് പോവോ മജീദിക്ക? ഞാനിപ്പോ വരാവേ. സാറാമ്മേ, ഇതെന്താ പറ്റിയേ? ഇങ്ങനെയല്ലല്ലോ പ്ലാൻ ചെയ്തേ. ഇതെന്താ ഒന്നും മിണ്ടാതെ പോയേ? എന്താ? ഓ ശ്ശേ. എന്തേ സാറാമോ, ഒരു കാര്യം പറഞ്ഞൊന്നും തോന്നരുത്. ആ രാധേച്ചിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കിയത് വളരെ മോശമായി പോയിട്ടോ. മോശം? എന്ത് മോശം? ഒരു പരോളിലിറങ്ങിയ പ്രതി പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അത് അവര് പാലിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പോലീസിൽ വിവരം അറിയിച്ചതും അവര് വന്നതും. എന്നിട്ടിപ്പോ അവസാനം എന്തായി? ചേച്ചിയുടെ കയ്യിൽ ഒരു തെറ്റില്ല. അവസാനം സാറാമ എന്നാലും ഇപ്പൊ നാണം കെട്ടത്. എന്റെ പങ്കു, അത് എന്റെ പ്ലാൻ അവര് നേരത്തെ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് അവര് ബുദ്ധിപരമായിട്ട് പ്ലേ ചെയ്തത് കൊണ്ടാ. ഈ പോലീസ് വരുന്ന വിവരം ഞാൻ പങ്കുവിനോട് മറച്ചു വെച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? അറിയാണ്ടെങ്ങാനും പങ്കു പോയി അത് രാധയെ എടുത്ത് പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാ. ഓ, അതുകൊണ്ട് എന്തായാലും ആരും അറിഞ്ഞില്ല. പങ്കുവിനൊരു കാര്യം അറിയോ? ഈ പോലീസ് വരുന്ന കാര്യമുണ്ടല്ലോ, വളരെ രഹസ്യമായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. എന്റെ കൂടെ നിന്ന് ആരോ എന്നെ ഒറ്റിയിട്ടുണ്ട്. ചേട്ടാ, ഈ ഒറ്റുന്ന കഴുതകളെങ്കിലും ഒന്ന് വിചാരിക്കണ്ടേ? അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെടാപ്പാട് മുഴുവൻ പെട്ടതെന്ന്. സാറാമനെ ഇവിടെ ആരൊറ്റാനാ? ചേച്ചിയുടെ ഭാഗം കറക്റ്റ് ആയതുകൊണ്ടല്ലേ ചേച്ചിയുടെ നിരപരാധിത്വം മനസ്സിലാക്കിയിട്ട് പോലീസ് തിരിച്ചു പോയത്. അങ്ങനെ അല്ല പങ്കു, എന്റെ കൂട്ടത്തിൽ നിന്ന് ആരോ എന്നെ ഒറ്റിയിട്ടുണ്ട്. ഒറ്റ നടന്ന എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇന്ന് വരെ ഒറ്റവരെ ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രവും ഇല്ല. പിടിച്ചോളാം ഞാൻ. ഇതിന്റെ പേരിൽ ഇനി ചേച്ചിനെ ഉപദ്രവിക്കാൻ നിൽക്കരുത്.
ഈ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് അനുഭവിച്ചതാണ് അവർ. അവരെ വെറുതെ വിട്ടേക്ക്. ഇതൊരു അനുജന്റെ അപേക്ഷയായിട്ട് എടുത്താൽ മതി. എന്നാലും അത് ആരായിരിക്കും എന്നെ ഒറ്റിയത്? പിടിച്ചോളാം ഞാൻ, വെറുതെ വിടില്ല അങ്ങനെ. പിടിക്കാൻ സാറാമോ, കുറച്ചു നേരമായി ഞങ്ങളെ പിടിച്ച് നിർത്തിയേക്കുന്നു. അടുക്കള വരെ പണിയുണ്ടേ. കാര്യം എന്താന്ന് വെച്ചാ പറ. ആട്ടുംതോലണിഞ്ഞ് ആടിന്റെ കൂട്ടത്തിൽ കയറിപ്പറ്റി കൂട്ടത്തിലുള്ള ആടിനെ കൊന്നു തിന്നുന്ന ചെന്നായുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷെ അയ്യപ്പൻ നമ്മ നെയ്യപ്പൻ ചുട്ട് കാക്ക കൊത്തി കടലിലിട്ട ആ കാക്കയുടെ കഥ കേട്ടിട്ടുണ്ട്. പിന്നെ ഏതായിരുന്നു കാക്കയുടെ കൂട്ടില് മുട്ടയിട്ട മുയലിന്റെ കഥ. ഈ മുയിലല്ല കുയിലല്ലേ? ആ അത് തന്നെ, കുയിലിന്റെ കഥ, അതും കേട്ടിട്ടുണ്ട്. എന്താ മിണ്ടാതിരിക്കുമ്പ എന്തിനാ ഇപ്പൊ ഈ കഥയൊക്കെ പറയണേ? കാര്യമുണ്ട്. നിങ്ങൾ എന്ത് കഥയാ പറഞ്ഞോണ്ടിരിക്കുന്നേ? മലയാള സിനിമ കഥയാ? അക്ക, ഇത് സിനിമ കഥയല്ല, ഗുണപാഠക്കഥ. എന്ന് വെച്ചാ മോറൽ സയൻസ്, മോറൽ സ്റ്റോറി. ആ അതല്ലേ പറഞ്ഞേ? ഞാൻ വല്ലം പറഞ്ഞാ കൂടി പോകും കേട്ടോ. ആട്ടുംതോലണിഞ്ഞ ചെന്നായ്ക്കളെയും വർഗവഞ്ചകരെയും തിരിച്ചറിയാത്രത്തോളം കാലം ഒരു സമരവും ഇവിടെ വിജയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇല്ല, ഞങ്ങൾക്ക് മനസ്സിലാവാനാണെങ്കിൽ മലയാളത്തിൽ പറയണം, അല്ലാതെ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഏതോ ഒരു ഭാഷയിൽ എന്തെല്ലോ വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരി, നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ പറയാം. ഇവിടെ ഒരു ഒറ്റ നടന്നിട്ടുണ്ട്. ഒറ്റോ? ആ, എന്ത്? രാധാലക്ഷ്മിക്ക് ഇവിടെ പോലീസ് വരുന്ന വിവരം നേരത്തെ ആരോ ഒറ്റിയിട്ടുണ്ട്. അത് ഒറ്റൊന്നല്ല, ഈ പോലീസുകാരെ കുഞ്ഞമ്മയ്ക്ക് നേരത്തെ പരിചയമുണ്ടല്ലോ. അപ്പൊ കുഞ്ഞമ്മ ഊഹിച്ചതായിരിക്കും പോലീസ് വരുന്നു. അങ്ങനെ വെറുതെ ഒരു ഊഹമല്ല. അങ്ങനെ ഒരു ഊഹം അല്ലാത്തത് കൊണ്ടാണ് അവർ അഡ്വക്കേറ്റിനെ വരെ ഇവിടെ വിളിച്ച് റെഡിയാക്കി നിർത്തിയത്. സാറമ്മായി, എനിക്ക് തോന്നുന്നതേ ഉങ്ങളെ ഫോണ് രാധകുഞ്ഞമ്മ ചോർത്തിയതായിരിക്കും. അക്ക പറഞ്ഞത് പോയിന്റാ. ഇപ്പൊ ഫോൺ ചോർത്തുന്നൊക്കെ എളുപ്പമുള്ള കാര്യമാണല്ലോ. എന്റെ ഒരു പ്ലാനിങ് ഞാൻ ഫോണിൽ കൂടെ ആരോടും സംസാരിക്കാറില്ല. ഇത് ഒറ്റിയത് തന്നെയാ. ഇതിപ്പോ ആരാ ഒറ്റിയേ? ഞാനല്ല. ദേ, എല്ലാരോടുമായിട്ട് ഞാനൊരു കാര്യം പറയുവാ. ഒറ്റയത് ആരാന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞു, പിന്നീട് എങ്ങാണ്ട് ഞാൻ അറിഞ്ഞ അടിച്ച് ഞാൻ ഭിത്തിയെ കയറ്റിക്കളയും. ഞാനല്ല. പോലീസ് ഇവിടെ വരുന്ന വിവരം എനിക്കും ഷാഹിനയ്ക്കും കുമാരിക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അതെ. പക്ഷെ സുലൂത്തയ്ക്ക് ഇവിടെ പോലീസ് വരുന്ന വിവരം അറിയായിരുന്നു. അതെ. പോലീസ് വന്നപ്പം എല്ലാ പ്ലാനിങ്ങും അറിയാവുന്ന രീതിയിലായിരുന്നു സുലൂത്തയുടെ പെരുമാറ്റം. അതെ. എന്തിനാണ് സുലൂത്ത ഒറ്റിയത്? എന്താന്ന്? പോലീസ് വരുന്ന വിവരം സുലൂത്തയ്ക്ക് എങ്ങനെ അറിയാമായിരുന്നു? പറ. അതിപ്പോ അടിക്കോ വഴക്കോ പറയോ ബഹളം വെക്കോ ഒന്നും ചെയ്യരുത്. ഉള്ള കാര്യം ഞാനങ്ങ് പറയാം. എന്റെ മോളാണ് എന്നോട് പോലീസ് വരുന്ന കാര്യം പറഞ്ഞത്. ഷാഹിന, അമ്മായി, ഉമ്മയോട് പറഞ്ഞത് ഞാൻ തന്നെയാ. പക്ഷെ ഈ കാര്യത്തില് ഉമ്മ നിരപരാധിയാ. പിന്നെ പോലീസ് വരുമ്പം ഉമ്മ വെറുതെ കൊളവാക്കണ്ടെന്ന് കരുതി ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. അതിനാണോ നീ എന്നോട് പറഞ്ഞേ? സുലൂത്ത, നിങ്ങൾ തന്നെയാണ് ആ ഒറ്റുകാരി. നിങ്ങളാണ് രാധാലക്ഷ്മിയുടെ സ്പൈ. പടച്ച റബ്ബേ, ഇല്ലാത്തത് പറയരുത് കേട്ടോ. അതാണ് ഞാൻ ഒറ്റിയിട്ടില്ല. ആ പെണ്ണുപിള്ള ഈ വീട്ടിൽ നിന്ന് പോണോന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാ ഞാന്. ഈ പല്ലപ്പെണ്ണുപിള്ള എന്തൊക്കെയാ പറയുന്നേ? അമ്മായി, ഉമ്മ അങ്ങനൊന്നും ചെയ്യില്ല. കുറച്ച് ആവേശം കൂടുതലുണ്ടെന്നുള്ളു, പക്ഷെ അങ്ങനൊന്നും ചെയ്യില്ല. മരതകം, ഇല്ല, അവളെ വിട്ടേക്ക്. അവൾ ഈ തമിഴും മലയാളം കൂടെ എല്ലാം കൂടെ കലർന്ന് അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് നേരം വിളിക്കും. അതുകൊണ്ട് അവളായിരിക്കത്തില്ല. ഞാനല്ല. എന്തായാലും ഞാനല്ല. ഈ കൂട്ടത്തിൽ ആരാ ഒറ്റയെന്ന് വെച്ചാൽ അമ്മായിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തോ.
കേട്ടോ. ഇനി അമ്മായി എങ്ങാനും കണ്ടുപിടിച്ച് അറിയാലോ അമ്മായിയുടെ സ്വഭാവം. അമ്മായി എന്തായാലും ഞാനല്ല, പക്ഷെ ഇവരിൽ ആരായാലും നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ആട്ടിൻതോലണിഞ്ഞ ചെന്നായേ ഞാൻ പിടിച്ചോളാം. പിടിക്കണം അമ്മായി. എന്നാലും ആരായിരിക്കും ചെന്നായ? ഞാനല്ല. കുമാരി, പുട്ടിന് പീര ഇടുന്ന പോലെ നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഞാനല്ല ഞാനല്ലാന്ന്. ആ ഞാനല്ലാത്തോണ്ടാ ഞാൻ പറയണേ ഞാനല്ലാന്ന്. ആ അവള് 2 തവണ പറഞ്ഞു ഞാനല്ല ഞാനല്ലെന്ന്. എന്നാ ഞാനും പറയും ഞാനല്ല. പിന്നെ ആരായിരിക്കും? ഞാനല്ലേ? ഞാനാണ്. അളിയനത് എന്താലോചിച്ചോണ്ടിരിക്കുക? ഭംഗി, സീതാലക്ഷ്മി പോയപ്പോൾ തന്നെ എൻ്റെ സമനില തെറ്റിയിരിക്കുക. അതിനിടയ്ക്ക് എന്തൊക്കെ ബഹളങ്ങളാണ് ഈ തറവാട്ടി നടക്കുന്നത്? പോലീസുകാർ വരുന്നത്, വക്കീലന്മാർ വരുന്നത്. ഇനി പട്ടാളക്കാരും ഇങ്ങോട്ട് വരാത്ത കുഴപ്പമേ ഉള്ളൂ. അളിയൻ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നോണ്ട് തോന്നുക. ഈ പരോളിനിറങ്ങുന്ന പ്രതികളുടെ പുറകെ പോലീസുകാരുടെ ഒരു നോട്ടം എപ്പോഴും ഉണ്ടാവും. അവരെവിടെ പോണേ, എന്താ ചെയ്യണേ എന്നൊക്കെ. അതൊക്കെ സാധാരണ പതിവാണ്. അതൊന്നും അളിയൻ കണക്കാക്കാൻ നിൽക്കണ്ടെന്ന്. നീ എന്തിനാണ് ഉത്തമ സദാസമയവും കുഞ്ഞേച്ചിയുടെ പുറകെ അങ്ങനെ ബോഡി ഗാർഡായിട്ട് നടക്കണേ? അതെ, കുഞ്ഞമ്മക്ക് ഈ വീട് മൊത്തത്തിൽ ശത്രുക്കളാ. അപ്പോൾ എപ്പോഴാ എവിടെന്നാ ഒരു ആക്രമണം ഉണ്ടാവുന്നെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുഞ്ഞമ്മ ഇങ്ങനെ നിർത്താതെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ പഞ്ചായത്ത് 3 റൗണ്ട് ഞങ്ങൾ നടന്നു, ഒരു സ്ഥലത്ത് പോലും ഇരുന്നിട്ടില്ല. ഓ, അപ്പൊ കുഞ്ഞേച്ചിയുടെ ജീവൻ സംരക്ഷിക്കാൻ നീ ബോഡി ഗാർഡ്. എന്റെ കുഞ്ഞേച്ചി വണ്ടിക്ക് കൂടുവെക്കാൻ വേണ്ടി ആരെങ്കിലും പന്നിപ്പടക്കം ഉപയോഗിക്കുമോ? കുഞ്ഞമ്മ കേട്ടില്ലേ? കുഞ്ഞമ്മേനെ തീർക്കാൻ വേണ്ടി പന്നിപ്പടക്കം വരെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നീ പറഞ്ഞതൊക്കെ സത്യാട്ടോ. പണ്ട് വീരപ്പൻ അങ്ങനെയായിരുന്നു. പോലീസിനെ പേടിച്ചിട്ട് കാടിന്റെ ഒരു വശത്തും ഇങ്ങനെ നിൽക്കില്ലാന്ന്, കറങ്ങിക്കൊണ്ടേ നടക്കും. അപ്പൊ അത് നല്ലതാ. ഓ, കുഞ്ഞമ്മ കേട്ടാ? വീരപ്പനെ പോലെ കുഞ്ഞമ്മ ഇരിക്കണെന്ന്. അവൻ പറഞ്ഞോട്ടെ, അവന് ഇഷ്ടമുള്ള എന്തിട്ടാന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല വീരപ്പനെ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞമ്മ ഫുലാൻ ദേവിനെ പോലെ ഇരിക്കണം. അതാ കറക്റ്റ്. രാധേ, ഓ, ആദ്യം നീ എറണാകുളത്തെ തമിഴ്നാട്ടിലോട്ട് പറഞ്ഞു വിടാൻ നോക്കാൻ. അമ്മാവനെ ഒരുമാതിരി ചൊറിയണ വർത്താനം പറഞ്ഞിട്ടാ. അതെ, ആരെ എപ്പോ എവിടെ എങ്ങനെ പറഞ്ഞു വിടണം, പിടിച്ചു നിർത്തണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ആര് വന്നാലും പോയാലും നിന്നാലും എനിക്കിവിടെ മനസ്സമാധാനം വേണമെന്ന് എനിക്ക് അത്രേ ഉള്ളു. എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു കൊടുക്കാൻ നിന്ന കുറെ പേരില്ല ഇവിടെ. അവരിവിടുന്ന് പറഞ്ഞു വിട്ടാൽ തന്നെ ചേട്ടന് സമാധാനവും കിട്ടും, ചേച്ചി തിരിച്ചു വരികയും ചെയ്യും. ഓ, അത് ശരി. അപ്പൊ സാറാമ മാത്രം പോയാ മതിയോ, അതോ ഞാനും പോണോ? എടാ, നീ എന്തിനാ പോണേ? ഓണവര് പോട്ടെ, എന്തിനു പിടിച്ചു നിർത്തുന്നത്? നീ ഒന്നും വിടണ്ട് തരാ. അവൻ എന്റെ അനിയനാണ്. ഞാനാ? അതെ, നീ അല്ല പോണ്ടേ, അവളാണ് പോണ്ട. ആ സാറാമ്മ, അവള് നമ്മുടെ അനത്തിപ്പെട്ടതല്ല. അവളങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കടാ. എന്നിട്ട് നീ ചേച്ചിനെ വിളിച്ചിട്ട് വാ. അങ്ങനെ ഇപ്പൊ സാറാമേനെ പറഞ്ഞു വിട്ടിട്ട് ചേച്ചി ഇവിടെ വന്ന് കയറണ്ട. അയ്യോ, നാണം ഇല്ലല്ലോടാ, നാണം. നീ എന്റെ അനിയനാന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്നാ അനിയനാന്ന് പറയണ്ട, ആ ലജ്ജ അങ്ങോട്ട് ഒഴിവാക്കാലോ. എടാ പങ്കി, ഞാൻ പറയണൊന്ന് കേക്കടാ. കുഞ്ഞമ്മേ, എന്തിനാണ് ഇവറ്റകളുടെ മുമ്പിൽ തലകുനിക്കണത്? ഞാൻ നോക്കിയേ, കുഞ്ഞമ്മ ഇവറ്റകളുടെ മുമ്പിൽ തലകുനിച്ച കുഞ്ഞമ്മയുടെ ഒരു വിഗ്രഹം എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അത് പൊട്ടി പൊളിഞ്ഞ് ഇല്ലാണ്ടായി പോവും. അബ്കാരികളുടെ മുമ്പിൽ പോലും തലകുനിക്കാത്ത എന്റെ കുഞ്ഞമ്മ എന്തിനീ തുക്കട രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ തലകുനിക്കണം? അങ്ങനെയൊന്നും പറയാം. എനിക്കങ്ങ് പറഞ്ഞിട്ട് പോയിരുന്നു. അപ്പൊ നമുക്കങ്ങ് പോവാല്ലേ, കൂടുതൽ പറയാൻ നിൽക്കണ്ട. എന്തായാലും കൊള്ളാം, തറവാട് കയ്യിൽ നിന്ന് പോകുമ്പോഴേ എല്ലാരും പഠിക്കൂ കേട്ടോ. ആ, അങ്ങോട്ടല്ലല്ലോ. ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഓ, ആ പോക്ക് കണ്ട. അളിയനതൊന്നും കണ്ടു വിഷമിക്കണ്ട. ഇതൊക്കെ ഇങ്ങനെ നടക്കും, അതൊന്നും നമ്മൾ കാര്യാക്കണ്ട. ഒന്നും സംഭവിക്കില്ല. ഇല്ലല്ലോ അല്ലേ?
പഠിച്ചോനെ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യില്ല, കയ്യിന്ന് പോയല്ലോ. ശ്ശോ. അമ്മയുടെ എല്ലാം തുറന്നു പറഞ്ഞാലോ? വേണ്ട, ശരിയാവില്ല. കുഞ്ഞമ്മ അമ്പിളിക്ക് എന്തെങ്കിലും ചെയ്താലോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. പഠിച്ചോനെ എന്തൊരു കഷ്ടായത്. എന്ത് ചെയ്യും? മോളെന്താ ഇവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ലമ്മ, ഞാനേ ഈ ഷെഡ് കണ്ടിട്ട് കൊറേ ദിവസമായി, അപ്പൊ അതൊന്ന് കാണാൻ വന്നതാ. അല്ല, നീ എന്തിനാ ഈ ഷെഡ് കാണുന്നേ? അത് ഉമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. എനിക്കിവിടെ കൊറേ നൊസ്റ്റാൾജി ഉണ്ട്. എന്റെ കൊച്ചി, ഈ പൊളിഞ്ഞ ഷെഡിൽ നിനക്കെന്തോ ഇത്രയും വലിയ നൊസ്റ്റാളജിയാ? അതുമ്മ അമ്പിളിക്ക് ആദ്യം എന്നെ കൊണ്ടുവന്നപ്പോഴേ ഈ ഷെഡിലാ ഒളിപ്പിച്ചു വെച്ചേ. ഓ, അപ്പൊ അവക്ക് നൊസ്റ്റാൾജിയ വരും. അപ്പൊ നീ എന്തോ സംസാരിക്കുന്ന പോലെ തോന്നിയല്ലോ. അയ്യോ, അത് മറുതത്തിന് മനസ്സിലായില്ലേ? അമ്പിളി ഇവിടെ ആണല്ലോ അവളെ ഒളിപ്പിച്ച് നിർത്തിയത്. അപ്പൊ കൂടെ അമ്പിളി ഉണ്ടെന്നുള്ള ധാരണയിലാണ് അവൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആണോ? അവിടെ ഉമ്മയ്ക്ക് അവിടെ മനസ്സ് നന്നായിട്ട് അറിയാം. അല്ലേ മോളെ? അതെ അതെ. ഉമ്മ ഒന്നെങ്കിൽ വരുവോ? എന്താ മോളെ? ഒരു കാര്യം പറയാനാ. എക്സ്ക്യൂസ് മീ, ഞാൻ അവളുടെ കാര്യം എന്താന്ന് കേട്ടേച്ച് വരാം കേട്ടോ. എന്തോ പറയാനുണ്ട്. അക്ക, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സൊല്ലുങ്ക. എന്തോന്നാടി നീ കാണിച്ചത്? എന്നെ കൊണ്ടുവന്ന് ഇവിടെ മാറ്റി നിർത്തിയിട്ട് നീ മറുകത്തിനോട് രഹസ്യം പറയാൻ പോയേക്കുന്നോ? ഉമ്മ, എനിക്ക് അക്കയോടാ പറയാനുള്ളത്. അപ്പൊ നിനക്ക് ഉമ്മയോടല്ല പറയേണ്ടതല്ലേ? ഇപ്പൊ അവരൊക്കെയാണല്ലോ വലിയ ആൾക്കാര്. ഞാൻ ആരും അല്ലല്ലോ നിനക്ക്. ഉമ്മ, അല്ലെങ്കിൽ തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കാം. വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ പോവാ. എവിടെ പോണ്ട? ഇവിടെ നിന്ന് കേട്ടോ. സൗകര്യമില്ല, നീ പറയുന്ന ഒന്നും ഞാൻ കേൾക്കത്തില്ല. എന്നാ പോ. എന്താ ഷാഹിന നിന്റെ പ്രശ്നം? അതെ അക്ക, നമ്മൾ തെറ്റ് ചെയ്യുന്നതാണോ അതോ തെറ്റ് ചെയ്തിട്ട് തുറന്നു പറയാത്താണോ പാപം? അയ്യോ, എന്നാ ഷാഹിന നീ പറഞ്ഞത് തെറ്റുണ്ടോ വെച്ചേ? ഈ തെറ്റ് തന്നെ എത്ര തവണ വന്നിട്ടുണ്ടെന്നറിയാവോ? ഉമ്മ, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതേ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളൂ. അല്ലല്ല, നീ പറഞ്ഞത് തെറ്റുണ്ട്. നീ ഒന്നുകൂടെ പറഞ്ഞു. ചൊല്ലുങ്ക. അക്ക, അതായത് നമ്മൾ തെറ്റ് ചെയ്യുന്നതാണോ അതോ തെറ്റ് ചെയ്തിട്ട് തുറന്നു പറയാത്താണോ പാപം? രണ്ടും തപ്പുതാ. രണ്ടും തപ്പാണോ? അയ്യോ, നീ എന്ത് തെറ്റാ ചെയ്തേ? ഉമ്മ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അമ്പിളി പോനുമായിട്ട് നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എന്റെ പൊന്നുമ്മ, അമ്പിളിക്കായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ എന്താ നിനക്ക് പറ്റിയെന്ന് പറ. ഒന്നും പറ്റിയില്ല. പഠിച്ചോലെ, ഞാൻ ഒരു ക്രിസ്ത്യാനിയത് കുമ്പസരിക്കെങ്കിലും ചെയ്യായിരുന്നു. ഈ കുമ്പസരിക്കാൻ വേണ്ടിട്ട് നീ ഇപ്പൊ മതം മാറുകയൊന്നും വേണ്ട. ഞാൻ അച്ഛനാന്ന് വിചാരിച്ച് നീ എന്നോട് അങ്ങ് കുമ്പസരിച്ചു. ഉമ്മയോട് പറയുന്നതിലും ഭേദവേ ഞാനൊരു മൈക്ക് സെറ്റ് വെച്ച് അങ്ങ് വിളിച്ചു പറയുന്നതാ. അപ്പൊ എന്താ നീ പറഞ്ഞു വന്നത്? നിന്റെ ഉമ്മ നാട് നീളെ നീ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആളാന്ന് അല്ലേ? എടി, നിന്റെ അടുത്ത് നിൽക്കുന്ന ഈ മരതകം, ഈ മരതകത്തെ കുറിച്ച് നീ എന്തെല്ലാം കുറ്റങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും മരതകത്തിനോട് പറഞ്ഞിട്ടുണ്ടോ? ഷാഹിന, എന്നെ കുറിച്ച് നീ കുറ്റം പറഞ്ഞ? ഇല്ലൊക്കെ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഈ ഉമ്മ വെറുതെ ഉണ്ടാക്കി പറയുന്നതാ. അല്ലല്ല സുലുത്ത, ഇവൾ എന്നെ കുറിച്ച് എന്ത് കുറ്റം പറഞ്ഞത്? ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഞാൻ അവളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ. ഇനി എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. കാരണം ഞാൻ അങ്ങനൊരു ടൈപ്പാ. ഇനി പറ, നിനക്ക് എന്താ? എനിക്കൊന്നുമില്ല ഉമ്മ, സത്യമായിട്ടും പറയുക. എന്താ മോളെ, എന്താ കാര്യമെന്ന് പറ. എന്റെ പൊന്നുമ്മ, സത്യമായിട്ടും ഒന്നുമില്ല. ഞാനൊരു അബദ്ധത്തിൽ അക്കയോടൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. വിട്ടേക്ക് കേട്ടോ. അപ്പൊ നിന്റെ മനസ്സിലൊന്നുമില്ലേ? എന്റെ ഉമ്മ ഇല്ല, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഉമ്മ വിശ്വസിക്കുവാന്നേ. സാറാമ്മ. അയ്യോ അയ്യോന്ന് അയ്യോന്നല്ല, ഹായ് സാറാമ്മയിന്ന്. ഷാഹിന, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അമ്മയോട് എനിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടല്ലേ? എന്നാ പിന്നെ കേക്കട്ടെ. ചൊല്ലുങ്ക. എന്ത്? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ചൊല്ലുങ്ക.
ഷാഹിന ഉമ്മ അക്കനെയും കൂട്ടിക്കൊണ്ട് ഉമ്മ പൊക്കോ. അതിപ്പം മരതകം വേണേ പൊയ്ക്കോ, ഞാനിവിടെ കേൾക്കട്ടെ. എന്തായാലും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, എനിക്കതൊന്ന് കേൾക്കണമല്ലോ. അതെ, എനിക്കും കേൾക്കണം. എന്നാ പിന്നെ ഷാഹിന നീങ്ങ വാ, നമുക്ക് അപ്പുറത്ത് പോയി സംസാരിക്കാം. ഉമ്മ പറയുന്ന ഒന്ന് കേക്കിച്ചല്ലേ രണ്ടുപേരും കൂടെ. എന്താ നിങ്ങളുടെ രഹസ്യം ഞങ്ങൾ കേട്ടാല്? കേക്കണ്ട. ആഹാ, എന്നാ നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന രഹസ്യം എന്തെങ്കിലും ഒരിക്കൽ എന്റെ ചെവിയിലെത്തും, അന്ന് ഞാനിതൊക്കെ പരസ്യമാക്കി കളയും. അതുകൊണ്ട് തന്നെ ഉമ്മയോട് പറയാത്തെ. നിങ്ങളുടെ ഈ ഉണങ്ങിയ രഹസ്യം ഞങ്ങൾക്ക് കേൾക്കണ്ട. മരതകം, നമുക്ക് അവിടെ പോയിരുന്ന ആരെങ്കിലും രഹസ്യം പറയാം. പാപ്പാ ഓ കേക്കണ്ട, നമ്മള് മാറി രഹസ്യം. രഹസ്യം പൊളിഞ്ഞു പോവും. അമ്മായി ഞാൻ പറയാമെന്ന. നീ ഒന്നും പറയണ്ട. ആട്ടുംതോലിട്ട ചെന്നായി ആരാന്ന് എനിക്ക് മനസ്സിലായടി. അമ്മായി അത് പിന്നെ ഞാൻ. എന്നാലും ആ കുമാരി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുമാരിയേച്ചി? അതെ, എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ. പോലീസ് വരുന്ന വിവരം നമ്മൾ 3 പേരും കൂടി ഇരുന്നപ്പോഴാണ് ചർച്ച ചെയ്തത്. അന്നേ കുമാരിയുടെ ഓവർ ആക്ടിങ് കണ്ടപ്പം എനിക്ക് നല്ല ഡൗട്ട് അടിച്ചതാ. പക്ഷെ ഇങ്ങനെ പുറയുന്ന കൊത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാറമ്മായി കുമാരിയേച്ചി? രാധാലക്ഷ്മിയുടെ ചാര കുമാരിയാണ്. ഷീ ഈസ് ദ സ്പൈ.